മെലഡി ഓഫ് ഗോൾഡൻ ഏജ് എന്ന റീസെന്റ് ആയിട്ട് ഇറങ്ങിയ ഒരു ചൈനീസ് ഡ്രാമയാണ് നമ്മൾ ഇന്ന് മുതൽ കാണുന്നത്. ചൈനയിലെ ഓരോ നാട്ടുരാജ്യത്തെ രാജാവും യുവരാജാവും പെട്ടെന്ന് എന്തോ അസുഖം പിടിപെട്ട് മരിച്ചതിനെ തുടർന്ന് കൈക്കുഞ്ഞായിരുന്ന യുവരാജാവിന്റെ മകന് ഭരണം കിട്ടുന്നു. കുഞ്ഞിന് കാര്യശേഷി ആവുന്നതുവരെ ഭരണത്തിന്റെ ഉത്തരവാദിത്തം രാജ്ഞിയായിരുന്ന മുത്തശ്ശി ഏറ്റെടുക്കുന്നു. പിന്നെ കാണിക്കുന്നത് 6 വർഷങ്ങൾക്ക് ശേഷമുള്ള കാലമാണ്. രാജ്ഞിയുടെ വലങ്കൈ എന്ന് തന്നെ പറയാവുന്ന ഇമ്പീരിയൽ ആർമിയുടെ തലവൻ ഷെൻഡു ആണ് ഈ കഥയിലെ ഹീറോ. ക്രിമിനൽസിനോടൊന്നും യാതൊരു ദയയും കാണിക്കാത്ത ക്രൂരൻ എന്ന രീതിയിലാണ് അവൻ അറിയപ്പെടുന്നത്. വൈറ്റ് ഗോസ്റ്റ് എന്നൊരു ഇരട്ട പേരുമുണ്ട്. അവൻ അടുത്തിടെ വളരെ പ്രസിദ്ധമായ ഒരു കേസ് പരിഹരിച്ചിരുന്നു. അതിനുള്ള സമ്മാനം എന്ന രീതിയിൽ രാജ്ഞി അവനൊരു വിവാഹം തീരുമാനിക്കുന്നു. ഷെൻഡുവിന് അങ്ങനെ ഒരു വിവാഹത്തോട് ഒട്ടും താല്പര്യമില്ല. പക്ഷേ രാജ്ഞിയെ എതിർക്കാൻ പറ്റാത്തതുകൊണ്ട് അവന് സമ്മതം പറയേണ്ടി വരുന്നു. കൊട്ടാരം സഭയിലെ മിക്കവാറും പ്രമുഖരെല്ലാം അവന്റെ ശത്രുക്കളാണ്. രാജ്ഞിയുടെ ഈ തീരുമാനത്തിൽ അവർക്കെല്ലാം സന്തോഷമാണ്. ഷെൻഡു ഇതിനെ എതിർത്ത് രാജ്ഞിയുമായി ശത്രുതയിൽ ആവും എന്ന പ്രതീക്ഷയിലാണ് അവർ. മിനിസ്ട്രി ഓഫ് ജസ്റ്റിസിലെ ക്ലർക്കായി ജോലി ചെയ്യുന്ന യാങ്ഷിങ് ആണ് നമ്മുടെ ഹീറോയിൻ. രാജ്യത്തെ പ്രധാനപ്പെട്ട കേസുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് അത്. പക്ഷേ അവളെ പോലെ ഒരു പെൺകുട്ടിക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല എന്നാണ് അവിടുത്തെ ബാക്കി ഉദ്യോഗസ്ഥരുടെയൊക്കെ ചിന്ത. ഭരണം നടത്തുന്നത് ഒരു സ്ത്രീ ആയതുകൊണ്ട് എല്ലാ വകുപ്പുകളിലും സ്ത്രീകൾ വേണമെന്ന രാജ്ഞിയുടെ നിർബന്ധം കാരണമാണ് അവൾക്ക് അവിടെ ജോലി കിട്ടിയത് എന്നാണ് അവരൊക്കെ പറയുന്നത്. ഓഫീസൊക്കെ ക്ലീൻ ചെയ്യുക, ബാക്കി ഉദ്യോഗസ്ഥർക്ക് ചായയും മറ്റും കൊണ്ട് കൊടുക്കുക തുടങ്ങിയ ജോലികളൊക്കെയാണ് അവർ മിക്കവാറും അവളെ ഏൽപ്പിക്കുന്നത്. കേസുകളെ കുറിച്ചൊന്നും ആരും അവളോട് പറയാറേയില്ല. മന്ത്രി വു ആണ് അവിടുത്തെ മെയിൻ ഓഫീസർ. യാങ്ഷിങ് അവരുടെയൊക്കെ മുന്നിൽ ഒന്നും അറിയാത്ത പൊട്ടിയെ പോലെ നിൽക്കാറുണ്ടെങ്കിലും അവൾക്ക് കേസുകളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വലിയ താല്പര്യമാണ്. അവർ ശ്രദ്ധിക്കാതെ അവൾ കേസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ പഠിക്കാറുണ്ട്. അന്നും പ്രേതത്തെ കണ്ട് പേടിച്ച് ഒരു വീട്ടമ്മ ആത്മഹത്യ ചെയ്തതിനെ കുറിച്ചുള്ള കേസ് അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ എത്തുന്നു. മന്ത്രിയും അയാളുടെ അസിസ്റ്റന്റും കൂടി അതിനെക്കുറിച്ച് സംസാരിക്കുന്നതൊക്കെ മന്ത്രിക്ക് ചായ എടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്ന യാങ്ഷിങ് ശ്രദ്ധിക്കുന്നുണ്ട്. കേസിന്റെ ഫയൽ സൂക്ഷിച്ചു വെക്കാൻ മന്ത്രി ഏൽപ്പിച്ചത് അവളെയാണ്. ആ സമയത്ത് അവൾ കേസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നോക്കി മനസ്സിലാക്കുന്നുണ്ട്. ഷെൻഡുവിനെ പോലെ തന്നെ ശക്തനായ മറ്റൊരു ജനറൽ കൂടി അവിടെ ഉണ്ട്. ബ്ലാക്ക് ഡാഷസൻ എന്ന പേരിലാണ് അയാളെ ജനങ്ങൾ വിളിക്കുന്നത്. ലൂസി എന്നാണ് അവന്റെ ശരിക്കുള്ള പേര്. ഷെൻഡുവിനെ പോലെ തന്നെ ക്രൂരതയുടെ കാര്യത്തിൽ ഒട്ടും പുറകിലല്ല. അയാളുടെ വണ്ടി വഴിയിലൂടെ വരുന്നത് കാണുമ്പോൾ തന്നെ കുട്ടികളൊക്കെ കരയാൻ തുടങ്ങും. ആളുകളൊക്കെ പേടിച്ച് ഒരു സൈഡിലേക്ക് മാറി നിൽക്കും. അത്രയ്ക്ക് ജനങ്ങൾ അയാളെ പേടിക്കുന്നുണ്ട്. അവിടുത്തെ പ്രധാനമന്ത്രിയായ സാങ്ങിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു പൂജയ്ക്ക് ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ചെത്തുന്നുണ്ട്. രാജ്യത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി നടത്തുന്ന പൂജ ആയതുകൊണ്ട് എല്ലാവരും കൂടി പങ്കെടുത്ത് വേണം അത് വിജയിപ്പിക്കാൻ. അവർ പൂജ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു അമ്പ് അവരെ ലക്ഷ്യമാക്കി വരുന്നു. ലൂഷിയുടെ നേർക്കാണ് അത് പാഞ്ഞു വന്നത്. അവൻ ഒഴിഞ്ഞു മാറിയതുകൊണ്ട് അവന് അപകടം സംഭവിച്ചില്ല. പക്ഷെ അവന്റെ പുറകിൽ നിൽപ്പുണ്ടായിരുന്ന അവന്റെ വിശ്വസ്തനായ സൈനികൻ കൊല്ലപ്പെടുന്നു. അടുത്തുള്ള മലമുകളിൽ നിന്നാണ് അമ്പ് വന്നത്. അതുകൊണ്ട് തന്നെ ആ മലയുടെ ചുറ്റും ഉടനെ സീൽ ചെയ്യാൻ അവർ ഓർഡർ നൽകുന്നു. ഒരു കേസിന്റെ ആവശ്യത്തിനായി പോയിരുന്ന യാങ്ഷിങ് ഈ സമയം കുറച്ച് പച്ചമരുന്നുകൾ ശേഖരിക്കാൻ വേണ്ടി ഈ മലയിലുണ്ടായിരുന്നു. ഒരു മരത്തിന്റെ ഇലകളാണ് അവൾ ശേഖരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഹൈറ്റ് കാരണം അവൾക്കത് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്താണ് അതിന്റെ ഇലകൾക്കിടയിൽ മറിഞ്ഞിരിപ്പുണ്ടായിരുന്ന ഒരു പയ്യൻ പുറത്തേക്ക് വന്നത്. അവന്റെ കയ്യിൽ അമ്പും വില്ലുമൊക്കെ ഉണ്ട്. ഇലകൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് അവനും അതിൽ കയറിയത്. അവളെ കണ്ടുകൊണ്ട് അവൻ താഴേക്കിറങ്ങി വരുന്നു. യേയുൻ എന്നാണ് അവന്റെ പേര്. പച്ചമരുന്നുകൾ ശേഖരിക്കാൻ വന്നതുകൊണ്ട് അവൾ ഫിസിഷ്യൻ ആയിരിക്കും എന്നാണ് അവൻ കരുതിയത്. അവൾ അത് തിരുത്താൻ നിൽക്കുന്നില്ല. അവൻ ശേഖരിച്ചതിൽ നിന്ന് കുറച്ച് ഇലകൾ അവൻ അവൾക്ക് സമ്മാനിക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടുപേരും കൂടിയാണ് തിരികെ പോയത്. പക്ഷെ അവർ കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ തന്നെ കുറെ സൈനികർ അവരെ വളയുന്നു. അന്ന് ആ മലമുകളിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരെയും പിടിച്ചുകൊണ്ട് ചെല്ലാനായി ലുവോഷി ഓർഡർ നൽകിയതനുസരിച്ച് വന്നതായിരുന്നു ആ സൈനികർ. അങ്ങനെ അവരെയും ലുവോഷിയുടെ മുന്നിൽ എത്തിക്കുന്നു. ഷെൻഡുവും അവിടെ ഉണ്ട്. ആക്രമണം നടന്ന സമയത്ത് ആ മലമുകളിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരെയും അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരിൽ ആരാണ് തനിക്ക് നേരെ ആക്രമണം നടത്തിയത് എന്ന് ലുവോഷി ചോദിക്കുന്നു. പക്ഷെ ആരും കുറ്റം സമ്മതിച്ച് മുന്നോട്ട് വരാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും കൊല്ലാൻ അവൻ ഓർഡർ നൽകുന്നു. എല്ലാവരും മരണഭയത്തോടെ പിറകിലേക്ക് മാറിയപ്പോൾ യാങ്ഷിങ് മാത്രം മുന്നോട്ട് വരുന്നു. ഞാൻ മിനിസ്ട്രി ഓഫ് ജസ്റ്റിസിലെ ഒരു ക്ലർക്കാണ്. എനിക്ക് ആ ഡെഡ് ബോഡി ഒന്ന് കാണാൻ പറ്റുമോ? ചിലപ്പോൾ എനിക്ക് ആളെ തിരിച്ചറിയാൻ സാധിച്ചേക്കും എന്ന് അവൾ ആവശ്യപ്പെട്ടപ്പോൾ ലുവോഷി അതിനുള്ള അനുമതി നൽകുന്നു. അങ്ങനെ കൊല്ലപ്പെട്ട സൈനികന്റെ ഡെഡ് ബോഡി അവൾ പരിശോധിക്കുന്നു. അതിൽ നിന്ന് ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഏത് ദിശയിൽ നിന്നാണ് എന്ന് അവൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷെ ആരാണ് ആക്രമണം നടത്തിയത് എന്നൊന്നും അവൾക്ക് അറിയാൻ പറ്റുന്നില്ല. മനസ്സിലായ കാര്യങ്ങൾ അവൾ അവിടെ അറിയിക്കുന്നുണ്ട്. അവിടെയുള്ള ഒരു മലയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും മരത്തിന് മുകളിൽ ഇരുന്നുകൊണ്ടായിരിക്കണം അക്രമി അമ്പ് ചെയ്തത് എന്ന് അവൾ പറയുന്നുണ്ട്. ബാക്കിയുള്ള മലകളിൽ നിന്ന് പിടികൂടിയവരെയൊക്കെ വെറുതെ വിട്ടുകൂടെ എന്നും അവൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ ലുവോഷി അതിന് അനുവാദം നൽകുന്നില്ല. അവൾക്ക് കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെയുള്ള മുഴുവൻ ആളുകളെയും കൊല്ലാൻ അവൻ വീണ്ടും ഓർഡർ നൽകുന്നു. അങ്ങനെ സൈനികർ അതിന് തയ്യാറെടുത്ത് മുന്നോട്ട് വന്ന സമയത്ത് ഷെൻഡു അവരെ തടയുന്നുണ്ട്. ലൂസി പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി ക്രൂരമായ രീതിയിൽ അവരെ കൊല്ലാമെന്നാണ് ഷെൻഡു അഭിപ്രായപ്പെട്ടത്. ക്രിമിനൽസിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ കുറച്ച് നായ്ക്കളെ വളർത്തുന്നുണ്ട്. അവയെ ഉപയോഗിച്ച് ഈ അക്രമികളെ കൊല്ലാനാണ് ഷെൻഡു നിർദ്ദേശിച്ചത്. ലൂസി അതിനെ സമ്മതിക്കുന്നു. അങ്ങനെ ആ വളർത്തുന്ന നായ്ക്കളെ അവിടേക്ക് കൊണ്ടുവരുന്നു. അവയെ അയച്ചു വിട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം പേടിച്ചോടാൻ തുടങ്ങുന്നു. ഒരു ദയമില്ലാതെ അത് അവരുടെ മുകളിലേക്കൊക്കെ ചാടി കയറുന്നുണ്ട്.
ഈ ക്രൂരത കണ്ട് യാൻഷി ആകെ ഷോക്കായി നിൽക്കുകയാണ്. കുറച്ചു പേരൊക്കെ ഉയരമുള്ള സ്ഥലങ്ങളിലേക്ക് കയറുകയും മരത്തിന് മുകളിൽ കയറുകയും ഒക്കെ ചെയ്യുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ നായ്ക്കളെ തിരികെ വിളിക്കാൻ ഷെന്തു ഓർഡർ നൽകുന്നു. മരത്തിന് മുകളിലും ബാക്കി പൊക്കമുള്ള സ്ഥലങ്ങളിലും കയറി നിൽക്കുന്നവരിൽ ആരെങ്കിലും ആയിരിക്കണം കുറ്റവാളികൾ എന്ന് അവൻ വിധിക്കുന്നുണ്ട്. മരത്തിന് മുകളിൽ ഇരുന്നാണ് ആക്രമണം നടത്തിയത് എന്ന് യാങ്ഷിങ് പറഞ്ഞതിനാൽ അങ്ങനെയുള്ളവരെ കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു അവൻ ഇങ്ങനെ ഒരു മാർഗം പ്രയോഗിച്ചത്. അങ്ങനെ ബാക്കിയുള്ളവർ എന്തായാലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഇപ്പോൾ യാങ്ഷിങ്ങും കുറ്റത്തിൽ നിന്ന് മോചിതയായി കഴിഞ്ഞു. അവൾക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് പോകാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ കുറ്റവാളികളായി പിടികൂടിയിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നേരത്തെ അവളെ സഹായിച്ച ആ പയ്യനുമുണ്ട്. അവനെ അങ്ങനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ മനസ്സിലാത്തതുകൊണ്ട് അവൾ വീണ്ടും ശരിക്കുള്ള ക്രിമിനലിനെ കണ്ടെത്താൻ തനിക്ക് കുറച്ച് സമയം കൂടി നൽകണമെന്ന് അവർക്ക് മുന്നിൽ അപേക്ഷിക്കുന്നു. അവർ തരുന്ന സമയത്തിനുള്ളിൽ ക്രിമിനലിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്കൊപ്പം മരിക്കാൻ തയ്യാറാണ് എന്ന് കൂടി അവൾ പറഞ്ഞതോടെ ലൂസി അതിനുള്ള അനുവാദം നൽകുന്നു. ഷെന്തുവിനോടാണ് എത്ര സമയം നൽകണമെന്ന് അവൻ ചോദിച്ചത്. 6 മണിക്കൂർ അവൾക്ക് നൽകാൻ ഷെന്തു പെർമിഷൻ നൽകുന്നു. 6 മണിക്കൂറിനുള്ളിൽ അവൾക്ക് ശരിക്കുള്ള ക്രിമിനലിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ അവിടെ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അവൾ കൂടി മരിക്കേണ്ടി വരും. ഈ 6 മണിക്കൂറും അവളെ തടവറയിൽ തന്നെയാണ് ഇരുത്തിയിരുന്നത്. അവിടെ ഇരുന്നുകൊണ്ടാണ് അവൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചെക്ക് ചെയ്തത്. ഓരോ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 4 പേരെ അവൾക്ക് ക്രിമിനൽസിന്റെ കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ ആകെ 2 പേർ മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ അവളെ സഹായിച്ച പയ്യൻ ഇപ്പോഴും അക്കൂട്ടത്തിലുണ്ട്. അവൾക്ക് അനുവദിച്ചിരുന്ന സമയവും കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ 6 മണിക്കൂറായപ്പോൾ അവരെ ഷെന്തുവിന്റെ മുന്നിൽ എത്തിക്കുന്നു. ഇതുവരെ അവൾക്ക് ക്രിമിനലിനെ കണ്ടുപിടിക്കാൻ സാധിക്കാത്തതുകൊണ്ട് അവിടെ നിൽപ്പുണ്ടായിരുന്ന 2 പേർക്കൊപ്പം അവളെയും കൊല്ലാൻ ഷെന്തു ഓർഡർ നൽകുന്നുണ്ട്. അവൾ ഇതിനിടയിൽ ആ അക്രമി ഉപയോഗിച്ച ആയുധം കണ്ടെത്താൻ കുറച്ചു പേരെ പറഞ്ഞയച്ചിരുന്നു. അവർ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. അവർ വരുന്നത് വരെ ഒന്ന് ക്ഷമിക്കണമെന്ന് അവൾ റിക്വസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലും സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവൻ എതിർക്കുന്നു. അവൾക്ക് അവസാനമായി ആഗ്രഹം എന്തെങ്കിലും ഉണ്ടോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഒരു കത്തെഴുതി തരാം, അത് തന്റെ വീട്ടിലെത്തിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അവൾ വീടിന്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം അവളെ കൊല്ലാനായി പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങിയപ്പോൾ നിനക്ക് ശരിക്കും എന്നെ അറിയില്ല എന്ന് അവൾ അവനോട് ചോദിക്കുന്നുണ്ട്. അവന് പക്ഷേ അവളെ അറിയാവുന്നതിന്റെ യാതൊരു ലക്ഷണവുമില്ല. അവൾക്കാണെങ്കിൽ അവനെ മുമ്പേ പരിചയമുള്ളതുപോലെയാണ്. പക്ഷെ അതെന്താണ് എന്നൊന്നും അവൾ ഇവിടെ പറയുന്നില്ല. അങ്ങനെ അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങുന്ന സമയത്താണ് അക്രമി ഉപയോഗിച്ച ആയുധം കണ്ടെടുത്തുകൊണ്ട് സൈനികർ തിരികെ വന്നത്. അത് കാരണം തൽക്കാലം അവളെ വെറുതെ വിടുന്നു. അപ്പോഴേക്കും ലൂസിയും അവിടേക്ക് എത്തുന്നുണ്ട്. സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവളെ കൂടി കൊല്ലാൻ അവൻ ധൃതി വെക്കുന്നുണ്ടെങ്കിലും ആയുധം കണ്ടെത്തിയ സ്ഥിതിക്ക് കുറച്ച് സമയം കൂടി അവൾക്ക് നൽകാമെന്ന് പറഞ്ഞ് അവർ കുറച്ച് സമയം കൂടി അവൾക്ക് അനുവദിച്ച് നൽകുന്നു. അവരെ 2 പേരെയും കൊണ്ട് അവർ അമ്പെയ്യുന്ന രീതിയിൽ അവൾ അത് പിടിപ്പിച്ച് നോക്കുന്നുണ്ട്. അതിൽ നിന്ന് ശരിക്കുമുള്ള കുറ്റവാളിയെ അവൾ കണ്ടെത്തുകയും ചെയ്യുന്നു. അവളെ സഹായിച്ച പയ്യനല്ലാതെ മറ്റൊരാൾ കൂടി അവിടെ ഉണ്ടായിരുന്നല്ലോ. അയാളായിരുന്നു ശരിക്കും ആക്രമണം നടത്തിയത്. പിടിയിലാവുമെന്നായതോടെ അയാൾ പെട്ടെന്ന് അവളെ ആക്രമിച്ച് കീഴടക്കിക്കൊണ്ട് അവളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഷെന്തു ആണെങ്കിൽ അവൾ കൊല്ലപ്പെട്ടാലും സാരമില്ല, അവർക്ക് നേരെ അമ്പെയ്യാൻ ഓർഡർ നൽകുകയും ചെയ്യുന്നു. നിരപരാധിയായ അവളെ കൂടി കൊല്ലുന്നതിൽ അവന് കുറ്റബോധമൊന്നുമില്ല എന്നൊക്കെ ആ ക്രിമിനൽ അവിടെ നിന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട്. അയാളോട് മറുപടി കൊടുക്കുന്നതിനിടയിൽ ഷെന്തു അവിടെ ഇരുന്ന ഒരു കമ്പ് കയ്യിലെടുക്കുന്നുണ്ട്. യാങ്ഷിങ്ങിനും സിഗ്നൽ നൽകുന്നു. അവൾ കയ്യിലുണ്ടായിരുന്ന ഒരു പൊടി ആ ക്രിമിനലിന്റെ കണ്ണിലേക്ക് എറിയുന്നു. ആ സമയത്ത് ഷെന്തു ആ കമ്പ് അയാളുടെ നേർക്കെറിഞ്ഞ് അവളെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം സൈനികർ അയാളെ പിടികൂടുന്നു. ഇനി രക്ഷയില്ല എന്ന് വന്നതോടെ അയാൾ കഴുത്തറുത്ത് ജീവൻ എടുക്കുന്നു. ആരാണ് തനിക്ക് നേരെ ആക്രമണം നടത്താൻ അയാളെ പറഞ്ഞയച്ചത് എന്ന് ലൂസി അയാളെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മരിക്കുന്നതിന് മുമ്പ് ആ ക്രിമിനൽ പറഞ്ഞ പേര് ഷെന്തുവിൻ്റെതാണ്. അങ്ങനെ അടുത്ത പ്രശ്നം അതാവുന്നു. ആ ക്രിമിനൽ പറഞ്ഞതുപോലെ തന്നെ തന്നോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി ഷെന്തു തന്നെയാണ് തനിക്ക് നേരെ ആക്രമണം നടത്തിയത് എന്ന രീതിയിൽ ലൂസി സംസാരിക്കുന്നു. പക്ഷേ യാങ്ഷിങ്ങിന് അത് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. അദ്ദേഹമാണ് ആക്രമണം നടത്തിയിരുന്നതെങ്കിൽ ഇത്രയും നേരം കാത്തു നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ആദ്യമേ തന്നെ ആ കുറ്റവാളി അങ്ങ് കൊന്നാൽ പോരായിരുന്നോ? ആക്രമണം നടത്തി ആയുധം കണ്ടെത്താൻ വേണ്ടി സൈനികരെ അയക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൾ ഷെന്തുവിന്റെ ഭാഗം ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നു. അവൾ തനിക്ക് വേണ്ടി സംസാരിക്കുന്നത് ഷെന്തുവിനെയും കുറിച്ച് അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അവൾ കൂടി ഇങ്ങനെ പറഞ്ഞപ്പോൾ ലൂസി പ്ലേറ്റ് ഉടനെ തന്നെ തിരിക്കുന്നു. ഞാൻ വെറുതെ തമാശ പറഞ്ഞതാണ്, ഇതത്ര കാര്യമാക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. യാങ്ഷിങ്ങിനെയും ബാക്കിയുള്ളവരെയും വെറുതെ വിടാൻ ഷെന്തു ഓർഡർ നൽകുന്നുണ്ട്. അവിടെ നിന്ന് പോകുന്ന സമയത്ത് യാങ്ഷിങ് അവനെ കുറെ സമയം തുറിച്ചു നോക്കിയിട്ടാണ് പോയത്. അവൾ എന്താണ് അങ്ങനെ നോക്കിക്കൊണ്ട് പോകുന്നത് എന്ന് അവന്റെ അസിസ്റ്റന്റ് അവനോട് ചോദിക്കുന്നുണ്ട്. അവളുടെ ചേച്ചിയുമായിട്ടാണ് രാജ്ഞി ഇപ്പോൾ അവന് വിവാഹം തീരുമാനിച്ചിരിക്കുന്നത്. അക്കാര്യം അറിഞ്ഞതുകൊണ്ടായിരിക്കണം അവൾ തന്നെ അങ്ങനെ നോക്കിയത്. എന്തായാലും ഞങ്ങൾ ബന്ധുക്കളാവുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ കണ്ടു തന്നെ അറിയണം. അവളുടെ ചേച്ചി എന്നെ വിവാഹം കഴിച്ചാൽ മാത്രമല്ലേ ഞങ്ങൾ ബന്ധുക്കളാവുകയുള്ളൂ എന്നൊക്കെ ഷെന്തു പറയുന്നുണ്ട്. യാങ്ഷിങ് പുറത്തേക്ക് ഇറങ്ങി ചെന്ന സമയത്ത് അവൾ കാരണം ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞ 3-4 പേർ അവളെ വെയിറ്റ് ചെയ്ത് നന്ദി അറിയിക്കാനായി അവിടെ നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ മിനിസ്ട്രി ഓഫ് ജസ്റ്റിസിലെ ഒരു ജോലിക്കാരിയാണ്, ഇതെന്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ് അവൾ അവരെ മടക്കി അയക്കുന്നു. അവരുടെ കൂട്ടത്തിൽ ആ കുട്ടിയുമുണ്ട്. അവൾ തിരികെ പോകാൻ തുടങ്ങിയപ്പോൾ അവൻ വീണ്ടും അവളുടെ മുന്നിൽ ചെന്നിരുന്നിട്ട് തന്നെ ശിഷ്യനാക്കണം എന്ന് അപേക്ഷിക്കുന്നു.
പക്ഷെ ഞാനൊരു ക്ലർക്ക് മാത്രമാണ്, ശിഷ്യന്മാരെ സ്വീകരിക്കാനുള്ള പദവിയൊന്നും എനിക്കില്ല. അത് മാത്രമല്ല ഒരു പെണ്ണിനെ മാസ്റ്ററാക്കാൻ നിന്റെ പേരൻസും അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവൾ അതിനെ എതിർക്കുന്നുണ്ട്. ഞാനൊരു അനാഥനാണ്, അതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമാവില്ല എന്ന് പറഞ്ഞ് അവൻ വീണ്ടും വീണ്ടും റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടും സഹപ്രവർത്തകയും ഒക്കെയായ ചുച്ചു ഒരു കുതിരവണ്ടിയിൽ അവിടേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് അവന്റെ കാര്യം പിന്നീട് ആലോചിക്കാമെന്ന് പറഞ്ഞ് യാൻഷിങ് അവൾക്കൊപ്പം വണ്ടിയിൽ കയറി പോകുന്നു. യാൻഷിങ് ഇങ്ങനെ തടവിലായതിനെ കുറിച്ച് അറിഞ്ഞിട്ടായിരുന്നു ചുച്ചു അവിടേക്ക് വന്നത്. യാൻഷിങ്ങിന്റെ കഴിവിൽ അവൾക്ക് നല്ല വിശ്വാസമാണ്. അതുകൊണ്ട് എന്തായാലും അവൾ രക്ഷപ്പെട്ട് വരും എന്ന് ചുച്ചുവിന് ഉറപ്പുണ്ടായിരുന്നു. ഷെന്തുവിനെ യാൻഷിങ്ങിന് നേരത്തെ എങ്ങനെയോ പരിചയമുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് ചുച്ചുവിനും അറിയാം. അവന് അവളെ മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോൾ ചുച്ചുവും അത്ഭുതപ്പെടുന്നുണ്ട്. യാൻഷിങ്ങിനെ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും ഒരുപാട് ജോലികൾ ബാക്കിയുണ്ട്, അതുകൊണ്ട് ഓഫീസിലേക്ക് കൊണ്ടുവിട്ടാൽ മതിയെന്ന് പറഞ്ഞ് യാൻഷിങ് അങ്ങോട്ടേക്കാണ് പോയത്. മന്ത്രി സാങ്ങിനെ ഇതിനിടയിൽ കാണിക്കുന്നുണ്ട്. സത്യത്തിൽ ഇന്ന് നടന്ന ആക്രമണത്തിന് പിന്നിൽ മന്ത്രിയായിരുന്നു. ആ കൊട്ടാരത്തിൽ അധികാരത്തിലെത്താൻ സാധ്യതയുള്ള മറ്റൊരു രാജകുമാരനും ഒരു രാജകുമാരിയും കൂടി ഉണ്ട്. അവർ തമ്മിൽ അധികാരത്തിനു വേണ്ടി പരോക്ഷമായി മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ കുമാരനെയാണ് മന്ത്രി സപ്പോർട്ട് ചെയ്യുന്നത്. മന്ത്രി ഷെന്തുവിനെയും ലൂസിയെയും ഒതുക്കാനായുള്ള സാഹചര്യങ്ങൾ നോക്കിയിരിക്കുകയാണ്. അവരെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്ന് അയാൾ അങ്ങനെ ഒരു ആക്രമണം പ്ലാൻ ചെയ്തത്. അക്രമി സത്യം വെളിപ്പെടുത്താതെ സൂയിസൈഡ് ചെയ്ത വിവരം ഒരാൾ അയാൾക്ക് മുന്നിൽ റിപ്പോർട്ട് ചെയ്യുന്നു. യാൻഷിങ് അന്ന് രാത്രി വീട്ടിലേക്ക് പോയിരുന്നില്ലല്ലോ. അടുത്ത ദിവസം രാവിലെയാണ് അവൾ തിരികെ വീട്ടിലേക്ക് ചെന്നത്. ആ സമയത്ത് അവിടെ കൊട്ടാരത്തിൽ നിന്നുള്ള ഒരു ഓർഡറുമായി കുറച്ച് പേർ എത്തിയിരുന്നു. അതുകൊണ്ട് അവളുടെ വീട്ടിലെ അംഗങ്ങളെല്ലാം മുറ്റത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവളും ചെന്ന് അവർക്കൊപ്പം ഇരിക്കുന്നു. അവളുടെ ചേച്ചിയെ ഷെന്തുവിന് വേണ്ടി വിവാഹം ഉറപ്പിച്ചുകൊണ്ടുള്ള രാജ്ഞിയുടെ കൽപ്പന ഇപ്പോഴാണ് അവിടെ എത്തിയത്. രാജകൽപ്പനയല്ലേ, അവർക്ക് സ്വീകരിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അവളുടെ അച്ഛൻ അത് സ്വീകരിക്കുന്നുണ്ട്. യാൻഷിങ്ങും ഇങ്ങനെ ഒരു വിവാഹത്തെക്കുറിച്ച് ഇപ്പോഴാണ് അറിയുന്നത്. ഷെന്തുവിനെ കുറിച്ച് പൊതുവെ വളരെ മോശം അഭിപ്രായമാണല്ലോ ജനങ്ങൾക്കിടയിലുള്ളത്. അങ്ങനെ ക്രൂരനായ ഒരാൾക്ക് തന്റെ മകളെ വിവാഹം കഴിച്ച് നൽകാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് അവളുടെ ചേച്ചിയുടെ അമ്മ ആകെ ബഹളമുണ്ടാക്കുന്നു. അവരാണ് അദ്ദേഹത്തിന്റെ പ്രധാന ഭാര്യ. യാൻഷിങ്ങിന്റെ അമ്മ മറ്റൊരു കോൺക്യൂബിനാണ്. രാജകൽപ്പന ആയതുകൊണ്ട് അച്ഛന് ഇത് ധിക്കരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്ത് വന്നാലും മകളെ വിവാഹം കഴിച്ച് നൽകും എന്ന് തന്നെ അദ്ദേഹം തീർത്ത് പറയുന്നു. തൊട്ടടുത്ത മുറിയിലിരുന്ന് യാൻഷിങ്ങിന്റെ അമ്മ ഇതിനെക്കുറിച്ചൊക്കെ കേൾക്കുന്നുണ്ട്. ഇത്രയും കാലം കോൺക്യൂബിനാണല്ലോ, തനിക്ക് അധികാരം കുറവാണല്ലോ എന്നൊക്കെ ഒരു വിഷമം അവർക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു വിവാഹാലോചന വന്നതോടെ തന്റെ ഈ പദവി എന്തായാലും അനുഗ്രഹമായി എന്നാണ് അവർ വിചാരിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ വിവാഹം ആലോചിച്ചിരിക്കുന്ന യാൻഷിങ്ങിന്റെ ചേച്ചി പഠിത്തത്തിലും കലാവിദ്യകളിലുമൊക്കെ വളരെയധികം മുന്നിലാണ്. യാൻഷിങ്ങിന് അങ്ങനെയുള്ള കഴിവുകളൊന്നും ഇല്ലാതിരുന്നത് നന്നായി എന്ന് പറഞ്ഞ് അവർ മകളുടെ അടുത്ത് സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഷെന്തു ഈ പറയുന്നത് പോലെ അത്ര മോശം ആളൊന്നുമല്ല, അവൻ നല്ലൊരു വ്യക്തിയാണ് എന്നൊക്കെ യാൻഷിങ് പറയുന്നുണ്ട്. അമ്മയ്ക്ക് പക്ഷെ അത് വിശ്വാസമാവുന്നില്ല. എന്തായാലും നിന്റെ ചേച്ചി അവന്റെ ഒപ്പം ജീവിക്കുകയാണെങ്കിൽ അവസാനം മരണം സ്വയം ചോദിച്ച് വാങ്ങേണ്ടി വരും എന്നൊക്കെ അവർ പറയുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഡ്രാമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.